Good morning. Good morning, ma'am. Okay, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ എവിടെ വരെയാ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നേ? Yes, ma'am. അതിൽ ആ ഡെഫിനിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നോ? ആ ഒരു പേജ് കംപ്ലീറ്റ് ആയി. ഒരു പേജ് കംപ്ലീറ്റ്. ഓക്കെ, ലാസ്റ്റ് ഇത് 2-3 കൂടി ഉണ്ട് അല്ലേ? ശരി. അവിടെ വരെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ഭാഗം വരെ പറഞ്ഞിരുന്നു. ഇനി അത് മിസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഭാഗം തുടങ്ങിയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ വരെയാണ്. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു നിയമത്തിന് കീഴിൽ ഓരോ സംസ്ഥാനത്തും നിലവിൽ വന്നിട്ടുള്ള അല്ലെ, അവിടെ ഓരോ സ്റ്റേറ്റിലെയും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സുമായി ബന്ധപ്പെട്ട അവരുടെ രജിസ്ട്രേഷൻ, അവരുടെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമത്തിന് കീഴില് ഓരോ സംസ്ഥാനത്തും നിലവിൽ വന്നിട്ടുള്ള മെഡിക്കൽ കൗൺസിലിനെയാണ് നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഇത്രമാത്രം. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഈ നിയമത്തിന് കീഴിലുള്ള ഓരോ സംസ്ഥാനത്തും വന്നിട്ടുള്ള മെഡിക്കൽ കൗൺസിലിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ സംസ്ഥാനത്തെ ഓരോ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട അവരുടെ രജിസ്ട്രേഷൻ, അവരുടെ പ്രാക്ടീസ്, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റേറ്റിലും മെഡിക്കൽ കൗൺസിലുകളുണ്ട്. അത് ഈ നിയമത്തിന് കീഴിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളവയാണ്. അത്തരം മെഡിക്കൽ കൗൺസിലുകളെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ സംസ്ഥാനങ്ങളിലും നമ്മുടെ ഇതുപോലെ മെഡിക്കൽ രജിസ്റ്റേഴ്സ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ട് മെഡിക്കൽ രജിസ്റ്റേഴ്സ് വേണം അല്ലെ? അതും ഇതുപോലെ തന്നെ ഈ നിയമത്തിന് കീഴിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിലും നിലവിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള മെഡിക്കൽ രജിസ്റ്ററിനെയാണ് നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയാം. ഓക്കെ, ദി സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ മീൻസ് എ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് under any law for the time being in force in any state regulating the registration of practitioners of medicine. So medicine practice ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായിട്ട് എന്താണ് അവരുടെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് അവരുടെ ക്വാളിഫിക്കേഷൻസ്, അതിനുള്ള ക്വാളിഫിക്കേഷൻസ് അവർ അറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ അവര് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമത്തിന് കീഴിൽ ഓരോ സംസ്ഥാനത്തും നിലവിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന രജിസ്റ്ററിനെയാണ് നമ്മള് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നിയമത്തിന് കീഴിൽ വന്നിട്ടുള്ള ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള മെഡിക്കൽ കൗൺസിലിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ. സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ടി അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമത്തിന് കീഴിൽ ഓരോ സംസ്ഥാനത്തും പരിപാലിച്ചു പോകുന്ന മെഡിക്കൽ രജിസ്റ്ററിനെയാണ് നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണില് ചെറിയൊരു വ്യത്യാസമാണ്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങൾ എഴുതി ചേർക്കണേ. മിസ് പറയുന്ന സമയത്ത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുണ്ടോ? ഇതുപോലെ തന്നെയല്ലേ കിടക്കുന്നേ? യൂണിവേഴ്സിറ്റി മീൻസ് എനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബ്ലാങ്ക് ആയിട്ടല്ലേ കിടക്കുന്നേ? ആണോ? ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി ചേർത്തേക്കണം കേട്ടോ. അതൊരു സെന്റൻസ് അവിടെ മിസ്സായി പോയതാണേ. യൂണിവേഴ്സിറ്റി മീൻസ് എനി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. Any university in India, any വരെ അവിടെ ഉണ്ട് കേട്ടോ, യു വരെ ഉണ്ട്. Any university in India established by any university in India established by law and having a medical faculty. ഒന്നുകൂടി മിസ് പറയാം. University means any university in India established by law and having a medical faculty.
നോട്ട് ചെയ്തോ? കിട്ടിയോ? ഓക്കെ. ഒരു യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാല് ഇവിടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞിരുന്നു വേറെ ടേം. ഇത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയില് ഈ നിയമത്തിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു നിയമത്തിന് കീഴിൽ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റി, എങ്ങനെയുള്ളതാ, ഒരു മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉൾപ്പെടുന്ന ഏതൊരു യൂണിവേഴ്സിറ്റിയെയും എന്തെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി എന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മൂന്നെണ്ണമാണ് നമുക്ക് ലാസ്റ്റ് നമ്മൾ പറയാനുള്ള മൂന്നെണ്ണം. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പറഞ്ഞു, സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ പറഞ്ഞു. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ നിയമപ്രകാരം സ്ഥാപിതമായത് മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉള്ളതുമായിട്ടുള്ള സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? മൂന്നെണ്ണം മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ബാക്കി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു നിയമം അത്ര വരെയേ ഉള്ളൂ കേട്ടോ. ഈ നിയമത്തിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ കുറെ നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട് അല്ലെ. റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ നിയമപരമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ഹോസ്പിറ്റൽ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതുസ്ഥാപനമാണ് അല്ലെ. ഒരു പ്രൈവറ്റ് സ്ഥാപനമാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ കുറച്ചു പേർക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ? അല്ല. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് പൊതുവായിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. ഐ ഡീൽ വിത്ത് ലൈഫ് ആൻഡ് ഡെത്ത്. എപ്പോഴും ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ്? ജീവിതവും മരണവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ജീവിതവും മരണവും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ hence can specified responsibilities and liabilities within and outside the hospital. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലായിക്കോട്ടെ ഹോസ്പിറ്റലിന്റെ പുറമെ ആയിക്കോട്ടെ ഈ ഹോസ്പിറ്റൽസ് ഒരുപാട് പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ വഹിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫെയിലിയർ ടു കംപ്ലൈ ഇൻവൈറ്റ്സ് ലീഗൽ ആക്ഷൻ. അപ്പൊ ഇങ്ങനെ ഇവർ പാലിക്കേണ്ട നിയമങ്ങള് നിയന്ത്രണങ്ങളൊക്കെ ഇവർ ശരിയായിട്ട് പാലിച്ചില്ല അല്ലെങ്കിൽ അത് പാലിക്കുന്നതിൽ അവര് ഫെയിലിയർ ആയി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം നൽകുന്ന ഒരു പൊതുസ്ഥാപനം ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഹോസ്പിറ്റലിനകത്തും പുറത്തും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഇവര് പാലിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവര് പാലിക്കാതെ വന്നാൽ അല്ലെങ്കിൽ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇവർക്ക് പലതരത്തിലുള്ള പരമായിട്ടുള്ള കാര്യങ്ങൾ ലീഗൽ ആക്ഷൻസ് നിയമപരമായിട്ടുള്ള നടപടികള് ഇവരെന്ത് ചെയ്യുന്നു? ക്ഷണിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ അവർ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. Then legal responsibilities are bound to different categories of people and institution by contracts. അപ്പൊ ഇങ്ങനെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ആളുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പേഷ്യൻസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഒരു നിയമപരമായിട്ടുള്ള ഒരു കോൺട്രാക്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായ കരാറുകളിൽ ഏർപ്പെടാറുണ്ട് ഇല്ലേ. ആളുകളുമായിട്ട് എന്ന് പറയുമ്പോൾ എന്താ? എപ്പോഴും വരുന്ന പേഷ്യൻസുമായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് നല്ല രീതിയിലുള്ള എന്താണ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലീഗൽ ആയിട്ടുള്ളൊരു ഉടമ്പടി പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ ഒരു പരോക്ഷമായ ഇൻഡയറക്റ്റ് രീതിയിലൂടെ ആണെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ശരിക്കും പറഞ്ഞത് ഒരു ഹോസ്പിറ്റലും പേഷ്യൻസും ഏർപ്പെടുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടും അവർ നേരിട്ട് പല കരാറുകളിലും ഏർപ്പെടാറുണ്ട് അല്ലെ. പല സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാവാം, സർവീസുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം. അങ്ങനെ ഒരുപാട് കോൺട്രാക്ട്സും കാര്യങ്ങളും നിയമപരമായിട്ടുള്ള കരാറുകള് അല്ലെങ്കിൽ കോൺട്രാക്ട്സുകള് എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റലുകളിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. സോ ബ്രീച്ച് ഓഫ് എനി കോൺട്രാക്ട് ഹെൽഡ് ഹോസ്പിറ്റൽ ലീഗലി റെസ്പോൺസിബിൾ.
റെസ്പോൺസിബിൾ. ഇത്തരത്തിലുള്ള കോൺട്രാക്ട് അല്ലെങ്കിൽ കരാറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമനിർവഹണവുമായി ബന്ധപ്പെട്ട നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും തെറ്റിക്കലോ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും തെറ്റുകൾ വരികയോ അല്ലെങ്കിൽ അത് ലംഘിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ലീഗലി റെസ്പോൺസിബിൾ ആണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ആശുപത്രി നിയമപരമായിട്ട് അതിന് ഉത്തരവാദിയായിരിക്കും. അപ്പൊ അത് ആ ഹോസ്പിറ്റലിലെ ചിലപ്പോ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ മറ്റാരുടെങ്കിലും ഭാഗത്തു നിന്നായിരിക്കാം. അങ്ങനെ ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും അത് ആ ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ പേരിൽ ഒരു കൈപ്പിഴ വന്നു അല്ലെങ്കിൽ ഒരു അശ്രദ്ധ മൂലം എന്തെങ്കിലും വന്നു, അത് ആ ഹോസ്പിറ്റലല്ലേ അതിന്റെ ദൂഷ്യഫലങ്ങൾ ഫേസ് ചെയ്യേണ്ടത് അല്ലെ? ആ ഡോക്ടറേക്കാൾ കൂടുതൽ ആ ഹോസ്പിറ്റലിനെ അത് ബാധിക്കുന്നത് ലീഗലി. അപ്പൊ അത്തരത്തില് എന്തൊരു രീതിയിൽ ഇപ്പൊ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കോൺട്രാക്ട് വരാന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റും കെയറും നമ്മൾ കൊടുത്തുകൊള്ളാം അല്ലെ. ആ ഒരു കോൺട്രാക്ട് ആണ് അവിടെ വരുന്നത്. അവരൊരു അഡ്മിഷൻ എടുത്ത് അവിടേക്ക് നമ്മൾ എന്താണ് പ്രവേശിപ്പിക്കുമ്പോൾ നമ്മളൊരു പരോക്ഷമായിട്ടുള്ള ഒരു കോൺട്രാക്ട് രണ്ടു കൂട്ടരും തമ്മിൽ എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ട്രീറ്റ്മെന്റ് കൊടുക്കാം, അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ ഞങ്ങൾ കൊടുക്കാം, അവർക്ക് യാതൊരുവിധ ദോഷവും നമ്മൾ വരുത്തുന്നില്ല എന്ന രീതിയിൽ അല്ലെ. നേരെ തിരിച്ച് പേഷ്യൻസ് എന്ത് കോൺട്രാക്ട് ഇവരുമായിട്ട് വെക്കുന്നത്, അവർ ചെയ്യുന്ന ഈ സർവീസുകൾക്കും കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പേയ്മെന്റുകൾ ഞങ്ങൾ നൽകിക്കോളാം എന്ന രീതിയിൽ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു രണ്ടു കൂട്ടരും തമ്മിൽ പരോക്ഷമായിട്ടുള്ള രീതിയിലാണെങ്കിലും ഒരു കരാറുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സ്ഥാപനങ്ങളുമായിട്ടും ഹോസ്പിറ്റലുകൾ സർവീസുമായി ബന്ധപ്പെട്ടോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ കോൺട്രാക്റ്റിൽ ഏർപ്പെടാറുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇതെല്ലാം നിയമപരമായിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്, ഈ കരാറുകളായതുകൊണ്ട് ഇതിനോടൊക്കെ ആ ഹോസ്പിറ്റലിൽ കുറച്ച് നിയമപരമായ ബാധ്യതകൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ് അത് ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ അത് പാലിച്ചു കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വീഴ്ചയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ലംഘനമോ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ അവർക്ക് ഒരുപാട് നിയമ നടപടികൾ അവർക്കെതിരെ വന്നേക്കാം. സോ ലോ റിലേറ്റിംഗ് ടു മെഡിക്കൽ പ്രാക്ടീസ് ആർ ഇൻക്രീസിംഗ് ദി കംപ്ലൈന്റ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട്. നിങ്ങൾ ഓൾറെഡി എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ ഒരുപാട് നിയമങ്ങൾ പഠിച്ചില്ലേ? മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് നിയമങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ അതുപോലെ ഈ പറയുന്ന ഓരോ നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അത്തരം വർദ്ധിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ അത് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അങ്ങനെ ഓരോ നിയമങ്ങളും നമ്മുടെ ഈ ഒരു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് ഒരു ഹോസ്പിറ്റലിനെ ബാധിക്കുന്നതാണ് എങ്കിൽ അത് കൃത്യമായിട്ട് ഇവരെ എന്ത് ചെയ്യണം? പാലിച്ചിരിക്കണം. പാലിച്ചില്ല എങ്കിൽ അവർക്ക് നിയമപരമായ നടപടികൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. വേഗം ഒന്ന് വായിച്ചു നോക്കാം. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ലയബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ആശുപത്രിയുടെ ബാധ്യതകൾ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ടു ദ ഓണർ ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി? ഉടമയുടെ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഉടമസ്ഥന്റെയാണ് കേട്ടോ. അവിടെ ആ ഒരു ഉടമ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓണർ എന്ന് പറയുന്നത് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്. ആ ഹോസ്പിറ്റലിലെ ലക്ഷ്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സർവീസുകൾ കൊണ്ടുവരിക, അതിലൂടെ പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റും കെയർ ഒക്കെ കൊടുക്കുക, അല്ലെ, നല്ല പ്രോഫിറ്റ് അവർക്ക് ലഭ്യമാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുക, ആ ഒരു കൃത്യമായിട്ടുള്ള നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഒക്കെ എന്ത് ചെയ്യുക, പാലിക്കുക. ദെൻ രണ്ടാമത്തത് ടു ദ സ്റ്റാഫ് ടു പ്രൊവൈഡ് എ സേഫ് ഹെൽത്തി കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ടു വർക്ക്. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് വളരെ സുരക്ഷിതവും ആരോഗ്യകരവും സൗഹൃദപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക. മൂന്നാമത്തത് സേഫ്റ്റി ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് സാനിറ്ററി പ്രൊവൈഡേഴ്സ്. അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെയും ഉപകരണങ്ങളുടെയും അതുപോലെ സാനിറ്ററി പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ സാനിറ്ററി വർക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവര്, അത്തരം ആളുകളുടെയൊക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. Then contractual obligation to suppliers, service providers, suppliers ഓരോ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവര്, അതുപോലെ സേവനദാതാക്കള് മുതലായവരുമായി ബന്ധപ്പെട്ട കരാറുകൾ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള ബാധ്യതകളും നിറവേറ്റുക. Then adequate safety for the patient, relatives and visitors. വരുന്ന പേഷ്യൻസിനും റിലേറ്റീവ്സിനും അവർ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും മതിയായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക. Then breach of legal obligation by any staff. ഇതാണ് ഏതെങ്കിലും സ്റ്റാഫുകള് അവിടെയുള്ള ഏതൊരു സ്റ്റാഫ് ആയിക്കോട്ടെ, ആ ഹോസ്പിറ്റലിലെ ഏതൊരു സ്റ്റാഫ് ആയിക്കോട്ടെ, അവർ ഈ പറയുന്ന നിയമപരമായ ബാധ്യസ്ഥതകള് ലംഘിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അവർക്കുള്ള ശിക്ഷകള് നമ്മൾ നൽകണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ ആശുപത്രി അവരുടെ ജീവനക്കാര് ആണ്. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ പ്രവർത്തനങ്ങള് ഇപ്പൊ എന്തെങ്കിലും ദുരുപയോഗം നടത്തുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അശ്രദ്ധം ഉണ്ടാവാം, പല കാര്യങ്ങളും വരുന്നത്. അതിന് എല്ലാത്തിനും ബാധ്യത അത് ലംഘിക്കുന്നത് വഴി ഏറ്റവും ബാധ്യസ്ഥനായിട്ടുള്ളവര് എന്ന് പറയുന്നത് ശരിക്കും ആര് തന്നെയാണ്? ഹോസ്പിറ്റൽ തന്നെയാണ്. ഹോസ്പിറ്റലാണ് അവർക്ക് എംപ്ലോയീസിന്റെ എല്ലാ ആക്ഷനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ ഒബ്ലിഗേഷൻസോ കാര്യങ്ങളോ സ്റ്റാഫ് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്രീച്ച് ഓഫ് ലീഗൽ ഒബ്ലിഗേഷൻ നിയമപരമായ ആ ബാധ്യതകളെ അല്ലെങ്കിൽ ആ ഒരു ലംഘനം നടത്തുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് കൃത്യമായിട്ടുള്ള എന്താണ് ശിക്ഷകളും കൃത്യമായിട്ടുള്ള അവർക്കെതിരെയുള്ള നടപടികളും സ്വീകരിക്കാം. ലാസ്റ്റ് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ലോ ഓർഡർ ആൻഡ് ആഡിക്വേറ്റ് ഫെസിലിറ്റീസ് ഫോർ പേഷ്യന്റ് കെയർ. അതുപോലെ തന്നെ ക്രമസമാധാന പരിപാലനം നടത്തുക, അതുപോലെ പേഷ്യൻസിന്റെ പരിചരണം കൊടുക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മതിയായ എല്ലാ സൗകര്യങ്ങളും അവിടെ നൽകുകയും ചെയ്യുക. അപ്പൊ ഇത്രയും ഒരു ഹോസ്പിറ്റലിന്റെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതകളാണ്. എന്തൊക്കെയാണ്? ടു ദ ഓണർ, ഓണർ ഉടമയുമായി ബന്ധപ്പെട്ട് ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ശരിയായ രീതിയിൽ പാലിക്കുക. രണ്ടാമത് പറയുന്നത് ടു ദ സ്റ്റാഫ്, ജീവനക്കാർക്ക് എന്ത് കൊടുക്കുക? വളരെ സുരക്ഷിതവും ആരോഗ്യകരവും സൗഹൃദപരവുമായ ഒരു അന്തരീക്ഷം നൽകുക. മൂന്നാമത്തത് സേഫ്റ്റി ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് സാനിറ്ററി പ്രൊവൈഡേഴ്സ്, കെട്ടിടങ്ങളുടെയും ഉപകരണങ്ങളുടെയും അതുപോലെ ശുചിത്വ പ്രവർത്തനങ്ങൾ നൽകുന്ന പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. Then contractual obligation to suppliers, service providers. അതുപോലെ സപ്ലയേഴ്സ് വിതരണക്കാരായിക്കോട്ടെ, സേവനങ്ങൾ നൽകുന്ന ആളുകളായിക്കോട്ടെ, അവരുമായി ബന്ധപ്പെട്ട കരാറുകളുമായി സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുമുള്ള നിയമപരമായ ബാധ്യതകളും നിറവേറ്റുക. Then adequate safety for the patient, relatives and visitors. പേഷ്യൻസിനോടും അവരുടെ റിലേറ്റീവ്സിനോടും അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരും കൊണ്ടുമുള്ള അവരുടെയൊക്കെ ആ ഒരു സുരക്ഷ ശരിയായ രീതിയിൽ ഉറപ്പുവരുത്തുക.
വരുത്തുക. Then breach of legal obligation by any staff. ഏതെങ്കിലും ഒരു ജീവനക്കാര് അവിടെ നിയമപരമായ ഒരു ബാധ്യത അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ ലംഘനം നടത്തി കഴിഞ്ഞാൽ കൃത്യമായി അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുക. എങ്ങനെയൊക്കെ പറഞ്ഞാലും ആ ഒരു ഈ ഒരു ലംഘനം അല്ലെങ്കിൽ അത് തെറ്റാനുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യോ, എന്തെങ്കിലും കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുകയോ, അശ്രദ്ധ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അവിടുത്തെ എംപ്ലോയീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെയധികം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം നിലനിർത്തുക. അതുപോലെ പേഷ്യൻസിന്റെ പരിചരണം കൊടുക്കുന്നതിന് ആവശ്യമായ മതിയായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉറപ്പുവരുത്തുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ലയബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണേ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മള് ലീഗൽ ആസ്പെക്ട് ഓഫ് മെഡിക്കൽ കെയർ, വൈദ്യപരിചരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമപരമായ വശങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിശേഷ അധികാരമുള്ള ഒരു ആശയവിനിമയം എന്ന് നമുക്ക് മലയാളത്തിൽ. is the communication made by a doctor to proper authority who has got legal, social and moral duty to protect the public, and doctor is justified to disclose the professional secret. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എന്താണ് ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ ഇത്? ഈ ഒരു ടേം കേട്ടിട്ടുണ്ടോ? പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിവിലേജ്ഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ അതെന്താന്ന് മനസ്സിലാക്കണം അല്ലെ. പ്രിവിലേജ്ഡ് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. എന്താണ്? വക്കീലന്മാരോടും ഡോക്ടേഴ്സിനോടൊന്നും കള്ളം പറയരുത് എന്ന് പറയുന്നു അല്ലെ. പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ടേമാണ് അല്ലെ. അപ്പൊ അത് ഇതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡോക്ടേഴ്സുമായിട്ട് പേഷ്യന്റും ഡോക്ടേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ വക്കീല് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സുമായിട്ട് നമ്മുടെ എന്താണ് അവിടെയുള്ള അഡ്വക്കേറ്റ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇങ്ങനെയുള്ളവരുമാതിരിയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള പ്രിവിലേജ്ഡ് സീക്രട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നത് സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഒരു ഡോക്ടറുമായിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ നമ്മുടെ പല പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസും നമ്മൾ അവിടെ തുറന്നു പറയുന്നു ഇല്ലേ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല ഇഷ്യൂസും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇടമാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഒരിക്കലും ഇവർ ഈ ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ആ സീക്രട്സ്, അതായത് ഇവർക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ അത് ഇവര് വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ്.
മനസ്സിലാവുന്നുണ്ടോ? അതിവിടെ വെളിപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അത് സീക്രട്ട് ആയിട്ട് വെക്കേണ്ട കാര്യമാണ്. ഇനി ചില സമയങ്ങളിൽ ഈ കാര്യങ്ങൾ ഡോക്ടേഴ്സിന് തുറന്നു പറയേണ്ടതായിട്ട് വരില്ലേ? ചില സന്ദർഭങ്ങളിൽ ഇത് തുറന്നു പറയേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അത്തരം സന്ദർഭങ്ങൾ അതാണ് ഇവിടെ പറയുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടേഴ്സിന് ഇത് എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഇവര് ഡോക്ടർ എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രോപ്പർ അതോറിറ്റി, അതായത് ഒരു ശരിയായ അധികാരിയോടാണ് അവർ ആ ഒരു ആശയവിനിമയം നടത്തുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു ശരിയായ അധികാരിയോടായിരിക്കും, ഒരു പ്രോപ്പർ അതോറിറ്റിയോടായിരിക്കും ഇവർ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അവർക്ക് അറിയാവുന്ന സീക്രട്സ് വെളിപ്പെടുത്തുക. മനസ്സിലായോ? ആൻഡ് ഹു ഹാസ് ഗോട്ട് ലീഗൽ, സോഷ്യൽ ആൻഡ് മോറൽ ഡ്യൂട്ടി ടു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറിന് ശരിക്കും എന്തൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അല്ലെ? ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്, സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ധാർമ്മികപരമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്തിനാണ്? നമ്മുടെ പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്, ഇല്ലേ? അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ അത്തരം കണ്ടീഷൻസിൽ ഡോക്ടറിന് ഇത് വെളിപ്പെടുത്താനായിട്ട്, ആ ഒരു പ്രൊഫഷണൽ സീക്രട്ട് വെളിപ്പെടുത്താൻ ഒരു ന്യായമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പുറത്ത് വെളിപ്പെടുത്താവുന്നതാണ്. അത് എല്ലാവരോടും ഒരു പ്രോപ്പർ അതോറിറ്റിയോടാണ് അത് വെളിപ്പെടുത്തുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യം, മറ്റുള്ള കേസുകൾ നമുക്ക് അവിടെ നിൽക്കട്ടെ. ഒരു ഡോക്ടറും ഒരു പേഷ്യന്റും തമ്മിൽ പല കാര്യങ്ങളും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാവും, അല്ലെ? പ്രിവിലേജ്ഡ് സീക്രട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ സീക്രട്ട് ആണ് കേട്ടത്. അത് അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, വേറൊരാൾക്ക്, മൂന്നാമതൊരാൾക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവരവിടെ സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പൊ അത്തരം കാര്യങ്ങൾ ശരിക്കും സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കേണ്ടവയാണ്. എന്നാൽ ഒരു ഡോക്ടറിന് ചില സന്ദർഭങ്ങളിൽ അത് പ്രൊഫഷണൽ സീക്രട്ട് ആണെങ്കിൽ പോലും അത് വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മുടെ പബ്ലിക്കിനോട് ഒരു ഡോക്ടറിന് എപ്പോഴും വളരെ ലീഗൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, മോറൽ ആയിട്ടുള്ള ഒരു ചുമതല അല്ലെങ്കിൽ കടമയുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ പബ്ലിക്കിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് എങ്കിൽ അത് എന്ത് ചെയ്യേണ്ടതായിട്ട് അവിടെ തുറന്നു പറയാൻ, ഡോക്ടറിന് അത് തുറന്നു പറയാനായിട്ട്, ആ ഒരു സീക്രട്ട് തുറന്നു പറയാനൊരു ന്യായമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അതോറിറ്റിയോട്, ഒരു ശരിയായിട്ടുള്ള അധികാരിയോട് ഈ ഒരു ആശയവിനിമയം നടത്താം, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്താം. ഒരു പ്രിവിലേജ്ഡ് പ്രൊഫഷണൽ സീക്രട്ട് എന്ത് ചെയ്യാം? വെളിപ്പെടുത്താം. മനസ്സിലായോ? ഈ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മള് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡോക്ടറും ആ പ്രോപ്പർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? മനസ്സിലായോ അത് എന്താന്നുള്ളത്? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പറയുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ. The conditions in which the privileged secret can be communicated are. ഇനി ഈ ഒരു ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സീക്രട്ട് ഇവർക്ക് ഈ ഡോക്ടറിന് വെളിപ്പെടുത്താൻ പറ്റുന്നത്? അത്തരം സാഹചര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. As a witness in the court on direction. ഇതാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ സാക്ഷിയാവുമ്പോൾ, നമ്മളൊരു കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു വിറ്റ്നസ് ആണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ സാക്ഷിയാണെങ്കിൽ അവിടെ നമ്മുടെ പബ്ലിക്കിനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമാണെങ്കിൽ അവിടെ ആ ഒരു ശരിയായ കാര്യം തുറന്നു പറയണ്ടേ? ഇതാണ് അത്തരം കേസുകൾ. അപ്പൊ ഇവിടെ എന്താണ് എന്തെങ്കിലും ക്രിമിനൽ കേസ് അതുകൊണ്ട് ഉണ്ടാവും. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു സാക്ഷി എന്ന നിലയിൽ ഒരു ഡോക്ടറിനെ വിളിക്കുമ്പോൾ ആ ഡോക്ടർ എന്ത് പറയണം? അവർക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയണം. അത് ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ട് ആണ്, പറയില്ല എന്ന് വിളിക്കരുത്. കാരണം അത് മറ്റുള്ള പബ്ലിക്കിനെ ദോഷകരമായിട്ട് ഒരിക്കലും ബാധിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, തുറന്നു പറയാതിരിക്കാൻ പാടില്ല. അപ്പൊ അത്തരം കേസുകളിൽ കോർട്ട് ഓൺ ഡയറക്ഷൻ, കോടതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു സാക്ഷിയായിട്ട് അദ്ദേഹം സാക്ഷിയായി മാറുമ്പോൾ അദ്ദേഹം ആ ഒരു സീക്രട്ടുകൾ തുറന്നു പറയേണ്ടതായിട്ട് വരും. രണ്ടാമത്തത് മോറൽ ഓർ സോഷ്യൽ ഡ്യൂട്ടി ടു ദ പബ്ലിക്. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക്കുമായിട്ട് എന്തെങ്കിലും ഒരു മോറൽ അല്ലെങ്കിൽ സോഷ്യൽ ഡ്യൂട്ടി നമുക്കുണ്ട്, അല്ലെ? നമ്മുടെ ധാർമ്മികപരവും സാമൂഹ്യപരമായിട്ടുള്ളൊരു ചുമതല അല്ലെങ്കിൽ കടമ നമ്മുടെ പബ്ലിക്കുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു
ഇൻഫെക്ഷൻസ്. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റിന് വലിയ രീതിയിലുള്ള ഒരു മാരകമായ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഈ ഡോക്ടർ കണ്ടെത്തി. അത് ഇവർ അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഈ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ അത് ഇവര് തമ്മിൽ അറിയാവുന്ന കാര്യമല്ലേ, അല്ലേ? ഇവര് തമ്മിൽ അറിയാവുന്ന കാര്യമാണ്. ഇത് ഈ ഡോക്ടർ പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവില്ലേ? ഈ ഡോക്ടർക്ക് ഈ ഒരു വ്യക്തിയോട് മാത്രമല്ലോ ബാധ്യതയുള്ളത്, അല്ല അല്ലെ? പബ്ലിക്കിനോട് മൊത്തത്തിൽ ബാധ്യതയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് പബ്ലിക്കിനോട് സോഷ്യൽ ആൻഡ് മോറൽ ഡ്യൂട്ടീസ് ചെയ്യേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ, അല്ലെ? അപ്പൊ ഇത് പറയാതിരുന്നാൽ ഒരുപാട് ആളുകളെ ബാധിക്കാം, അല്ലെങ്കിൽ പബ്ലിക്കിനെ ഇത് ദോഷകരമായി ബാധിക്കാം എന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർ ഇത് എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയോട് ഇത് തുറന്ന് പറയണം. മനസ്സിലായോ? അതാണ് ഇവിടെ മോറൽ ആൻഡ് സോഷ്യൽ ഡ്യൂട്ടി ടു ദ പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് സേഫ് ഗാർഡിംഗ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. എന്താണ്? ആ ഒരു സ്വന്തം താല്പര്യം കാത്തു സൂക്ഷിക്കാൻ, ഡോക്ടറുടെ ആ ഒരു സ്വന്തം താല്പര്യങ്ങള് അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും എന്താണ് ആരോപണങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അത്തരം കണ്ടീഷനിൽ ഡോക്ടർക്ക് ഇത് തുറന്നു പറയേണ്ടതായിട്ട് വരാം, അല്ലേ? അപ്പൊ നമ്മുടെ കാര്യങ്ങളല്ലേ നമ്മൾ നോക്കുള്ളൂ, അല്ലേ? അപ്പൊ എനിക്ക് എന്ത് ചീത്തപ്പേര് വന്നാലും കുഴപ്പമില്ല, ഞാൻ എന്റെ സീക്രട്ട് പറയില്ല എന്ന് ആരും വിചാരിക്കില്ലല്ലോ, അല്ലെ? അപ്പൊ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് എതിരെ വരുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തുറന്ന് പറയേണ്ടതായിട്ട് വന്നേക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് when a servant is sent by a master for medical examination. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ വീട്ടില് ആരെങ്കിലും ഒരു സെർവന്റ് ഉണ്ട്, ഒരു വേലക്കാരൻ, ഒരു യജമാനനുണ്ട്, അല്ലെ? അവരുടെ സെർവന്റും ഉണ്ട്. ആ സെർവന്റിന് അവരുടെ മാസ്റ്റർ ആണ് മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് വിടുന്നത്. അങ്ങനെ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി വിടുമ്പോ നമ്മളാണ്, നമ്മുടെ വീട്ടിലെ ഒരു സെർവന്റ് ആണെങ്കിൽ നമ്മളാണ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പണം കൊടുത്തോ അവരെ ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മളാണല്ലോ പൈസ കൊടുത്ത് അവരെ മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ഇതൊക്കെ അറിയണമെന്ന് പറയുന്നതും പണം ചിലവാക്കുന്നതും. അപ്പൊ ആരോടാ ശരിക്കുമുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്? ആരോടാണ്? ആ പേഷ്യൻസിനോട് മാത്രം, അല്ലെങ്കിൽ ആ ഒരു സെർവന്റിനോട് തുറന്നു പറയണം, അത് വേണം. അതുപോലെ തന്നെ അവരുടെ സമ്മതപ്രകാരം ആരോടും കൂടി തുറന്നു പറയേണ്ടതായിട്ട് വരും, മാസ്റ്ററിനോടും കൂടി തുറന്നു പറയേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അതൊരു മൂന്നാമത്തെ വ്യക്തിയിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് അത്തരം സാഹചര്യങ്ങളിൽ വന്നേക്കാം. അടുത്തത് എന്തെങ്കിലും ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട്, ശരിയല്ലേ? ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഒരു ഡോക്ടർ എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് അത് തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. ഇത്തരം കണ്ടീഷൻസിലൊക്കെ ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായി വരുന്ന, അതായത് അവരുടെ പ്രൊഫഷണൽ സീക്രട്സ് അവർക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ട് വരുന്ന കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ആ ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. അതുപോലെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടി വരുന്നത് എന്നും ചോദിക്കാറുണ്ട്. ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും വളരെ സീക്രട്ട് ആയിട്ടായിരിക്കണം. നമ്മൾ ഒരു രഹസ്യ സ്വഭാവം കൊണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അല്ലെ? ആ ഒരു രഹസ്യ സ്വഭാവം നമ്മളെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡോക്ടറിന് ഇത് തുറന്നു പറയേണ്ടതായിട്ട് വരാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് പബ്ലിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ഡോക്ടറിന് സാമൂഹ്യപരവും നിയമപരവും അതുപോലെ ധാർമ്മികപരമായിട്ടുള്ള ഒരുപാട് കടമകളുള്ളതുകൊണ്ട് ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരു ന്യായമായിട്ടുള്ള ആ ഒരു ചുമതല ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് ചില സമയങ്ങളിൽ എത്തേണ്ടതായിട്ട് വരും. വെളിപ്പെടുത്താൻ ഒരു ന്യായമുണ്ട് എന്ന് തോന്നുകയാണ്. അത്തരം സിറ്റുവേഷൻസിൽ ഈ ഡോക്ടർ ഒരു ശരിയായ പ്രോപ്പർ അതോറിറ്റിയോട്, അധികാരിയോട് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് നടത്താം, അവരുടെ ആ ഒരു പ്രൊഫഷണൽ സീക്രട്ട് വെളിപ്പെടുത്താം. അത്തരം കണ്ടീഷനുകളാണ് നമ്മൾ താഴെ പറഞ്ഞത്. ആ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണ്? വീക്ക്നെസ് ഇൻ ദ കോർട്ട് ഓഫ് ഡയറക്ഷൻ, കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു എന്തെങ്കിലും കേസിന്റെ സാക്ഷിയാകുമ്പോൾ തുറന്ന് പറയേണ്ടതായിട്ട് വരാം. മോറൽ ഓർ സോഷ്യൽ ഡ്യൂട്ടി ടു ദ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെന്ന് ഒരു പേഷ്യന്റ് സംസാരിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകൾ ചെയ്യുന്നതിന്
പറയുന്നതിലോ ഡോക്ടറിന് മനസ്സിലാവുകയാണെങ്കിൽ അത് ഒരിക്കലും സീക്രട്ട് ആയിട്ടിരിക്കാൻ പാടില്ല. മറ്റൊരു ബന്ധപ്പെട്ട അധികാരികളോട് തുറന്നു പറയേണ്ടതായിട്ട് വരും. അതുപോലെ സേഫ് ഗാർഡിംഗ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്, അത് സ്വയം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന പല ആരോപണങ്ങളെയും നേരിടാനായിട്ട് അവർക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരാം. അതുപോലെ ഒരു സെർവന്റിനെ അവരുടെ യജമാനൻ അവിടെ മെഡിക്കൽ എക്സാമിനേഷൻസിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ സെർവന്റിന്റെ സമ്മതത്തോടു കൂടി തന്നെ നമ്മുടെ ഈ ഒരു മാസ്റ്ററോട് കൈകാര്യം ചെയ്ത ആ ഒരു എല്ലാ സീക്രട്സും പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ഓരോരുത്തരുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് ആയിട്ട് വരുന്നവരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ബന്ധപ്പെട്ട അധികാരികളോട് അവിടെ സീക്രട്ട് ആയിട്ട് വെക്കാതെ തുറന്നു പറയേണ്ടതായിട്ട് ഒരു ഡോക്ടറിന് വരാം. വേഗം വായിച്ചു നോക്കി എന്താണ് ലീഗൽ ആസ്പെക്ട് ഓഫ് മെഡിക്കൽ കെയർ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് കമ്മ്യൂണിറ്റി കെയർ ആസ്പെക്ട്സ് ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ കുറച്ച് നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ കുറച്ച് നമ്മൾ താഴേക്ക് പറയാണ് കേട്ടോ. ജസ്റ്റ് ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രിപ്പറേഷൻ ഓഫ് MLC, എന്തൊക്കെയാണ് ഡോക്ടേഴ്സിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതുക കേട്ടോ. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് MLC. എന്താണ് MLC? എന്താണ് MLC? MLC എന്താ? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. ഇപ്പൊ ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറാക്കുക. നോട്ടിഫിക്കേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ജനനം സംഭവിച്ചാലോ മരണം സംഭവിച്ചാലോ കൃത്യമായ അറിയിപ്പുകൾ കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻഫെക്ഷസ് ഡിസീസസ് അല്ലെ. ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസസുകൾ അല്ലെ, പകർച്ചവ്യാധികളോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിനോട് എന്താണ് അങ്ങനെ എന്തെങ്കിലും സൂചനകൾ കിട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയാലോ കൃത്യമായ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പുകൾ നൽകുക. നോട്ടിഫിക്കേഷൻ ഓഫ് അൺനാച്ചുറൽ ഡെത്ത്, അസാധാരണമായിട്ടുള്ള മരണങ്ങൾ സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകുക. കണ്ടക്ടിങ് മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ പരമായിട്ടുള്ള എക്സാമിനേഷൻസ് പരിശോധനകൾ നടത്തുക. ഇഷ്യൂ ഓഫ് മെഡിക്കൽ അൺഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലെ, നമ്മൾ പോവാറല്ലേ ഹോസ്പിറ്റലുകളില് മെഡിക്കൽ പരമായിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇഷ്യൂ ചെയ്ത് നൽകുക. കണ്ടക്ടിങ് പോസ്റ്റ്മോർട്ടംസ് നടത്തുക. നോട്ടിഫിക്കേഷൻ ഓഫ് ഓൾ ആക്സിഡന്റൽ കേസസ്, എല്ലാ തരത്തിലുമുള്ള ആക്സിഡന്റൽ കേസസും കൃത്യമായ അറിയിപ്പുകൾ നൽകുക. പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് കേസ് ഷീറ്റ്, ദാറ്റ് ഈസ് മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ അവർ പേഷ്യൻസുമായി ബന്ധപ്പെട്ട കേസ് ഷീറ്റുകൾ ശരിയായ രീതിയിൽ ാകുക. ഏജ് ഡിറ്റർമിനേഷൻ ബൈ കോർട്ട് ഓർഡർ, കോടതി ഉത്തരവ് പ്രകാരം പ്രായം നിർണ്ണയിക്കുക. അത് പല പല കേസുകളുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. കോടതി ഉത്തരവുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഏജ് നമുക്ക് എന്താണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിന്റെ ആ ഒരു ഏജ് നിർണ്ണയിച്ച് നൽകുക. ഫർണിഷിംഗ് മെഡിക്കൽ ഒപ്പീനിയൻ ഓൺ കോർട്ട് ഡയറക്ഷൻ, അതുപോലെ തന്നെ കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ അഭിപ്രായം നൽകുക. എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറോട് പറയാണ്, നിങ്ങൾ ഒരു കോടതി പറയാണ്, അപ്പൊ അത് സുപ്പീരിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള ആളുകളോടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശിച്ചാണ് ഒരു മെഡിക്കൽ ഒപ്പീനിയൻ ഇതുമായി ബന്ധപ്പെട്ട് തരണം.
അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് പല കാര്യങ്ങളും കിട്ടില്ലേ തെളിവുകളായിട്ട് ഇല്ലേ? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഒപ്പീനിയനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിഡൻസോ കാര്യങ്ങളോ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പൊ അത്തരം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുന്നത് പോലെ നമ്മളോട് ഒപ്പീനിയൻസ് ചോദിക്കാം. അതൊക്കെ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട വരുന്ന ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. MLC മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറാക്കുക, ബർത്ത് ആൻഡ് ഡെത്തുകൾ നടന്നിട്ടുണ്ട് അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുക, ഇൻഫെക്ഷസ് ഡിസീസസ് പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ അണുബാധകളോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ കൃത്യമായ അറിയിപ്പുകൾ കൊടുക്കുക, അൺനാച്ചുറൽ ഡെത്ത് അസാധാരണമായിട്ടുള്ള മരണങ്ങളുടെ അറിയിപ്പുകൾ കൊടുക്കുക, മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തുക, മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക, പോസ്റ്റ്മോർട്ടംസ് നടത്തുക, അതുപോലെ എല്ലാ ആക്സിഡന്റൽ കേസസും കൃത്യമായി നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക, കേസ് ഷീറ്റ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കുക, ദെൻ കോർട്ട് ഓർഡർ പ്രകാരം ഏജ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ പ്രായം നിർണയിച്ചു നൽകുക, അതുപോലെ തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഒപ്പീനിയൻസ് എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മെഡിക്കൽ അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കി ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡോക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നിയമങ്ങളിലേക്ക് കടക്കുകയാണ് കേട്ടോ. സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ, അതായത് ഓരോ സ്റ്റേറ്റിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ ലോസ് ഗവേണിംഗ് മെഡിക്കൽ ആക്ട്, മെഡിക്കൽ ആക്ടുകളുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് കേട്ടോ. മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളാണ് താഴെ പറയുന്നവ. പ്രധാനമായിട്ടും പറയുന്ന ഒരു 10 11 എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10 നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് പറയുന്ന സമയത്ത് മിസ് പറഞ്ഞു തരാമേ. ഫസ്റ്റ് വൺ ആണ് കംപ്ലൈന്റ്സ് ഓഫ് MTP ആക്ട്. എന്താണ് MTP ആക്ട്? പഠിച്ചിട്ടില്ലേ ഇത്? MTP ആക്ട് പഠിച്ചിട്ടില്ലേ? കുറെയൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് കേട്ടോ. MTP ആക്ട് എന്താ? എന്താണ് MTPയുടെ എക്സ്പാൻഡഡ് ഫോം? ഓർക്കുന്നോ? ആർക്കും ഓർമ്മയില്ല? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി മറന്നുപോയി. ഓക്കെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പാലിക്കുക. അതുപോലെ കംപ്ലൈന്റ്സ് ഓഫ് PNDT ആക്ട്, എന്തുമായി ബന്ധപ്പെട്ടത്? PNDT ആക്ട്, PCPNDT ആക്ട് എന്ന് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? പഠിച്ചിട്ടില്ലേ? സെക്സ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട നിയമം, പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ പഠിച്ചിട്ടില്ലേ? കോമൺലി നമ്മൾ അങ്ങനെയാ പറയാം അല്ലെ. അതുപോലെ തന്നെ കംപ്ലൈന്റ്സ് ഓഫ് BNW ആക്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആക്ട് പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചതല്ലേ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പഠിച്ചിട്ടില്ല അല്ലെ? RTI ആക്ട് പഠിച്ചിട്ടില്ലല്ലോ. ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആക്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്, ഇതൊന്നും നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടില്ല അല്ലെ. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ് പഠിച്ചിട്ടില്ല. PNDT സെക്സ് ഡിറ്റർമിനേഷൻ ആക്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് തന്നെയാണ്. ഈ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിട്ട് പറഞ്ഞിരിക്കുന്നുള്ളൂ കേട്ടോ. അതങ്ങനെ പറയുമ്പോൾ മിസ് അതിന് കൂടെ പറഞ്ഞു തരാം. ദെൻ അടുത്തത് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്, ഭക്ഷ്യമായം ചേർക്കൽ നിയമം. അങ്ങനെ കുറച്ചെണ്ണമായിരിക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടല്ലാത്തത് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളുണ്ട്. അതിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്,
ട്രേഡ് യൂണിയൻ ആക്ട്, അങ്ങനെയുള്ള കുറച്ച് ആക്ടുകളാണ് കേട്ടോ. അപ്പൊ അതില് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരുപാട് വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ ഈ പറയുന്ന ആദ്യ ഭാഗം കൊണ്ട് നമുക്ക് എളുപ്പമുള്ള ഭാഗമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നുമില്ല, വളരെ കുറച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഉള്ളത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ആ നിയമം എന്തിനു വേണ്ടി, ആ ഏത് ദിവസം ഏത് വർഷം അത് പ്രാബല്യത്തിൽ വന്നു, അത് നിർബന്ധമായിട്ടും ഇത് രണ്ട് കാര്യങ്ങളും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അത് ഏതൊരു നിയമത്തിലും ഡേറ്റും ഇയറും കൊടുത്തിട്ടുണ്ടോ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. അമെന്റ്മെന്റിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ആ നിയമം എന്ന് പ്രാബല്യത്തിൽ വന്നു, ഏത് വർഷം ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ദിവസം ഏത് വർഷം എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. എന്തിനു വേണ്ടി ആ നിയമം ഉള്ളത്, എന്തിനു വേണ്ടിയാണ്, ഈ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തിനുള്ള എല്ലാ ആൻസേഴ്സും ചെയ്യാൻ പറ്റും കേട്ടോ. ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞു വെക്കണം. ഇയേഴ്സ് അറിയാലോ, ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, എന്താ ചെയ്യാൻ പറ്റുന്നത്, റിപ്പീറ്റ് ചെയ്തത് വായിച്ച് പഠിക്കാം. അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലെ, പഠിക്കാതിരിക്കാൻ പറ്റില്ല. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു വർഷവും കാര്യങ്ങളും ഒരു ബുക്കിൽ എവിടെയെങ്കിലും ഒരു ആക്ടുകൾ ഉള്ള ആക്ടുകളുടെ നമുക്ക് അറിയാത്തതോ അല്ലെങ്കിൽ എല്ലാ ആക്ടുകളുടെയും ഒരു വർഷവും അത് എന്ന് സ്ഥാപിതമായി, എന്നാണ് അത്, ഏത് വർഷമാണ് ഏത് ദിവസമാണ് എന്നുള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. കൊടുക്കാത്തതൊന്നും പഠിക്കണം എന്നല്ല പറയുന്നത്, ഇതിലുള്ളത് വ്യക്തമായിട്ട് പഠിക്കാം. അത് എഴുതി വെക്കാൻ പഠിക്കാം കേട്ടോ. അത് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പോലും അതൊന്ന് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ഓർമ്മയിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പൊ ആ ഒരു ആക്ടിന്റെ പേരോടൊപ്പം തന്നെ അത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതോ ആക്ട് ഓർക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഓർമ്മ വന്നോളൂ കേട്ടോ. മറ്റുള്ള ഭാഗങ്ങൾ പോലെയല്ല, ആക്ടുകൾ എന്ന് പറയുമ്പോൾ വർഷങ്ങൾ മാറിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ വരാൻ കേട്ടോ. എല്ലാവരുടെയും കേസ് അല്ലാട്ടോ. കുറെ ആളുകൾക്ക്, കുറച്ച് ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ചില ആളുകൾക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടില്ല. നമ്മൾ മനുഷ്യരാണ് അല്ലെ, സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളപ്പോ എന്ത് ചെയ്യാം, നമ്മുടെ പരിമിതികൾ എന്താന്ന് മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള വഴികൾ നോക്കാം കേട്ടോ. എക്സാമിന്റെ സമയത്ത് കൺഫ്യൂഷൻ വരരുത്. ആൻസേഴ്സ് ഈ ഭാഗത്ത് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഭാഗമാണ്, വിറ്റ് കളയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ ആക്ടുകളുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ ഒരു ആക്ട് പഠിച്ചു. ഏതായിരുന്നു ആക്ട് പഠിച്ചത്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആക്ട് ചെയ്താ അത് ഓർക്കുന്നുണ്ടോ? അതോ അത് മറന്നുപോയോ? ഏത് ആക്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞേ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പഠിച്ചില്ലേ? അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അതിന്റെ അവിടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ടാ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, കംപ്ലൈന്റ്സ് ഓഫ് MTP ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പാലിക്കുക. നോക്കിയേ, ദ MTP ആക്ട് allows for termination of pregnancy up to 20 weeks of pregnancy. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഭാഗങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, അത് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഈ ഒരു MTP ആക്ട് അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടില്, ഈ ഒരു ആക്ടില് ശരിക്കും ഒരു ഗർഭാവസ്ഥയുടെ 20 ആഴ്ച വരെ ഗർഭം അവസാനിപ്പിക്കാനായിട്ട് ഈ ഒരു MTP ആക്ട് അനുവദിക്കുന്നുണ്ട്. എല്ലാവർക്കും അനുവദിക്കും. ഈ ഒരു നിയമം വഴി നമുക്ക് എല്ലാവർക്കും മെഡിക്കൽ ടെർമിനേഷൻ അനുവദിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് ഇൻ കേസ് termination of pregnancy is immediately necessary to save the life of the woman, this limit does not apply. അപ്പൊ നമുക്കറിയാം ഈ ഒരു 20 ആഴ്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഒരു അമ്മയുടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ടെങ്കിൽ ആ ഒരു അമ്മയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഈ ഒരു ടെർമിനേഷനെ പറ്റുള്ളൂ. ആ ഒരു ഗർഭം എന്താണ് അവസാനിപ്പിച്ചാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? വരുമോ? വരും അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു ലിമിറ്റ് അവിടെ ബാധിക്കുന്നില്ല. 20 ആഴ്ച എന്നൊരു ലിമിറ്റ് നമുക്ക് അവിടെ ബാധിക്കുന്നില്ല. അത് MTP ആക്ടിന്റെ സെക്ഷൻ 5 പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പല സ്പെസിഫിക് ആയിട്ടുള്ള പല കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് എന്താണ്, ഇപ്പോ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റേപ്പ് കേസുകളുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള കോൺസെപ്ഷൻസ് നടന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫുമായി ബന്ധപ്പെട്ട് അവർ പലതരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, ആക്സിഡന്റലി എന്തെങ്കിലും പ്രഗ്നൻസീസ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ടു കൂട്ടരുടെയും മ്യൂച്വൽ ആയിട്ടുള്ള താല്പര്യപ്രകാരം നമുക്ക് ഈ ഒരു നിയമത്തിന് കീഴിൽ എന്താണ് ടെർമിനേഷൻസ് നടത്താവുന്നതാണ്. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസും ഈ ഒരു നിയമത്തിനുണ്ട്. എന്നാൽ പോലും
ഈ ഒരു നിയമം പ്രധാനമായിട്ടും എങ്ങനെയാണ് ഗർഭാവസ്ഥയുടെ 20 ആഴ്ച വരെയാണ് ഗർഭം അവസാനിപ്പിക്കാനായിട്ട് ഈ നിയമം അനുവദിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ദ മെഡിക്കൽ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി പറയുന്നത് ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. അപ്പൊ ഈ MTP ആക്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, അതിന്റെ വർഷം ഏതാ? 1971. 1971 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ദ ആക്ട് നമ്പർ 34 ഓഫ് 1971. 1971 ആക്ട് നമ്പർ 34 എന്നറിയപ്പെടുന്നു. 10th August 1971 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ആ ഒരു സെൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് MTP ആക്ട് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ MTPയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചാൽ ഇതാണ് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് MTPയുടെ എക്സ്പാൻഡഡ് ഫോം? പറഞ്ഞേ, നേരത്തെ ചോദിച്ചപ്പോ കിട്ടിയില്ല. എന്താണ് MTPയുടെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്? പിന്നെ വിടുന്നില്ലേ? മെഡിക്കൽ, ബാക്കി എവിടെ പോയി? എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് കേട്ടോ. അപ്പൊ അത് ചോദിക്കാമേ. MTPയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. MTPയുടെ എത്ര ആഴ്ച വരെയാണോ ഒരു പ്രഗ്നൻസി കാലഘട്ടം ഇത് അനുവദിക്കുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻസി അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ടെർമിനേഷൻ ചെയ്യാനായിട്ട് അവസാനിപ്പിക്കാനായിട്ട് അനുവദിക്കുന്നതെന്ന് ചോദിക്കാം. അത് നിലവിൽ വന്നിരിക്കുന്ന വർഷവും ഡേറ്റും ദിവസവും ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ മാസവും ഒക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. Then the medical termination of pregnancy amendment act 2002. അപ്പൊ ഈ ഏതൊരു നിയമമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് എന്ത് ചെയ്യും? ഭേദഗതികൾ വരുത്തും അല്ലെ. ഇപ്പൊ 2002 ഈ ഒരു നിയമം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. Then the medical termination of pregnancy regulations 2003, Ministry of Health and Family Welfare, Department of Family Planning, New Delhi, the 13th June April 2003, they extended to all the Union territories. So ഇവിടെ ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അമെൻഡ്മെന്റ് ആക്ട് 2002 നമ്മുടെ ഒരു ഭേദഗതി വരുത്തുകയുണ്ടായി. അതിനുശേഷം 2003 മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലി പ്ലാനിംഗ് കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റെഗുലേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അത് എന്നാണ് 13th June April 2003 ഇത് പല യൂണിയൻ ടെറിട്ടറീസിലും. ജൂൺ എന്ന് പറയുന്നത് രണ്ടായിട്ട് കൊടുത്തിട്ടില്ലേ, അത് ജൂൺ മാത്രം ആകട്ടെ, ഏപ്രിലാണ് വെട്ടിക്കളയുക കേട്ടോ. 13th June 2003 they extend to all the union territories. അതെല്ലാ യൂണിയൻ ടെറിട്ടറി നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് ഈ ഒരു നിയന്ത്രണങ്ങൾ ബാധിപ്പിച്ചു അല്ലെങ്കിൽ വ്യാപിപ്പിച്ചു. അത് ഏപ്രിൽ തവണ വെട്ടിക്കളയണേ. ഓക്കെ. ഈ ഒരു നിയമം ശരിക്കും പറയുന്നത് എവിടെ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻസിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ വാലിഡ്, ഇപ്പൊ വുമൻസ് ആണെങ്കിൽ അവരിൽ നിന്ന് വാലിഡഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ഒക്കെ വാങ്ങിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഇപ്പോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഗാർഡിയനിൽ നിന്നുള്ള സമ്മതം വാങ്ങണം. അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റിയിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു നിയമം വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഒന്നാമത്തെ സെന്റൻസ് പഠിക്കാം. The NTP Act allows for termination of pregnancy up to 20 weeks of pregnancy. അത് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ the medical termination of pregnancy MTP Actന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കുക. അതുപോലെ അത് ഏത് വർഷമാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് പഠിക്കുക. ഏത് ഡേറ്റ്, ഏത് മാസം. അത്ര ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതിന്റെ മറ്റു ഭാഗങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റെഗുലേഷൻസ് 2003 വന്നിരിക്കുന്നത്. 2003 ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കൂടുതലായിട്ട് റെഗുലേഷൻസ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ, ഫാമിലി വെൽഫെയർ അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള ഫാമിലി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ന്യൂഡൽഹി 13th June 2003 ഈ ഒരു റെഗുലേഷൻസ്, ഈ നിയമവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നമ്മുടെ എക്സ്റ്റെൻഡ് ടു ഓൾ ദി യൂണിയൻ ടെറിട്ടറി, നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിലോട്ടും കൂടി, അതായത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്
ഇതിലാണ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻ കേസ് ആ ഒരു വർഷം ചോദിക്കുകയാണെങ്കിൽ ഏഴാം തീയതി മാത്രം. ബാക്കി 2 പോയിന്റ്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കി ആ ഒരു നിയമം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിൽ നിന്നൊന്നും ചോദിക്കില്ല കേട്ടോ. കൊടുത്തിരിക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് കമ്മിറ്റ്സ് ഓഫ് PNDT ആക്ട്. ഈ ഒരു PNDT ആക്ട് എന്ന് പറഞ്ഞാല് ശരിക്കും സെക്സ് സെലക്ഷനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെങ്കിൽ ലിംഗനിരോധന നിരോധന നിയമം എന്നാണ് നമ്മുടെ മലയാളത്തില് ഈ ഒരു ആക്ടിനെ സാധാരണയായിട്ട് പറയാറ്. The act provides for the prohibition of sex selection before or after conception and for regulating prenatal diagnostic techniques for purpose of detecting abnormalities or metabolic disorders or chromosomal abnormalities or certain congenital malformations or sex-linked disorders and for the prevention of their misuse for sex determination leading to female feticide. എന്താണ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായില്ല അല്ലെ? ഇവിടെ പ്രിനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് അതായത് PCPNDT ആക്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ PC അതായത് പ്രിനേറ്റൽ അല്ലെങ്കിൽ പ്രിനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് എന്ന് പറഞ്ഞാല് നമ്മൾ പ്രഗ്നൻസി സമയങ്ങളിൽ ഒരുപാട് ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് നടത്താറുണ്ട് ഇല്ലേ? അൾട്രാസൗണ്ട് സ്കാനുകൾ ചെയ്യാറുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള പ്രിനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? ആ ടെക്നിക്സ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് സെക്സ് നിർണ്ണയിക്കാം, ശരിയല്ലേ? പക്ഷെ നമ്മളോട് അത് തുറന്നു പറയാറുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഈ ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസവപൂർവമായിട്ടുള്ള രോഗനിർണയ സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എന്തിനു വേണ്ടി മാത്രമായിരിക്കണം എന്നാണ് ഈ നിയമം പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടിയുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് അറിയാം, ശരിയല്ലേ? ശരിയായ രീതിയിലുള്ള വളർച്ചയുണ്ടോ, അവർക്ക് എന്തെങ്കിലും ജനിതകപരമായിട്ടുള്ള അബ്നോർമാലിറ്റീസോ ഡിസോർഡേഴ്സോ ഉണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ഈ ഒരു എന്താണ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ചെയ്യേണ്ടത്. അല്ലാതെ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ആവരുത്. എന്തുകൊണ്ടാണ് സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ആവരുത് എന്ന് പറഞ്ഞ് ഈ ഒരു നിയമം വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം അല്ലെ? ഒരു കാലത്ത് ഫീമെയിൽസ് അതെ പെൺകുട്ടികളായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ഒരു ഗർഭചിത്രം നടത്തുക അല്ലെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ് പറയല്ലേ, പെൺഭ്രൂണഹത്യ നടത്തുന്നത് കൂടുതലായിരുന്നു. അപ്പൊ അത്തരം കേസുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഫീമെയിൽസിന്റെ ആ ഒരു റേഷ്യോ, സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് കുറവാവാൻ തുടങ്ങി. അപ്പൊ അത്തരം കാര്യങ്ങൾ ആ ഒരു ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ ആ ഒരു പെൺഭ്രൂണഹത്യയെ നിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലിംഗനിർണയം ഈ നിയമം വഴി എന്ത് ചെയ്യുന്നത്? തടയുന്നത് അല്ലെങ്കിൽ നിരോധിക്കുന്നത്. അപ്പൊ ഈ നിയമത്തിൽ പറയുന്നത് നമ്മളൊരു പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ചെയ്താൽ പോലും അതൊരിക്കലും സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ആവരുത്, മറിച്ച് ആ ഫീറ്റസ് അല്ലെങ്കിൽ ആ ഒരു ഫീറ്റസിന്റെ ആ ഒരു ഭ്രൂണത്തിന്റെ വളർച്ചയും അവരുടെ ജനിതകപരമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് കാര്യങ്ങളോ ഗ്രോത്തോ ഒക്കെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമായിരിക്കണം എന്നാണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വെച്ച് പറയാം. ആ ഒരു ഒന്നാമത്തെ ആ NTP ആക്ട് വരെയും വായിച്ചിട്ട് വരണം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.